543 80 പേരെയും സംഭാവന ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാല. ഉത്തർപ്രദേശ് പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്നതാണ് പൊതുധാരണ. യുപിയിൽ ഇത്തവണ ബിജെപിക്ക് കാലിടറുമോ? അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. 400 സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മോദി പടയോട്ടത്തിന് യുപി കടക്കാനാകില്ല എന്ന് അഖിലേഷ് യാദവ് പറയുന്നതിന് പിന്നിലെ ആത്മവിശ്വാസം എന്താണ്? 80-ൽ 80 കിട്ടുമെന്നായിരുന്നു ഇതുവരെയുള്ള ബിജെപിയുടെ അവകാശവാദം. എന്നാൽ ആദ്യത്തെ 2 ഘട്ടം പൂർത്തിയായപ്പോൾ ബിജെപിയുടെ ചങ്കിടിപ്പ് കൂടിയിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ 7% കുറവ്. 3ാം ഘട്ട വോട്ടെടുപ്പ് നടക്കേണ്ടതാവട്ടെ യാദവ സ്വാധീന മേഖലകളിലും. കൊടുമ്പിരി കൊണ്ട പ്രചാരണം നടത്തിയിട്ടും ബൂത്തിലേക്ക് ആളുകൾ എത്താത്തത് മോഡി തരംഗമില്ല എന്നതിന്റെ സൂചനയെന്ന് പ്രതിപക്ഷം. എന്നാൽ മുൻ വർഷത്തെ കണക്കുകളിലാണ് ബിജെപിയുടെ കണ്ണ്. 2014 മുതലാണ് യുപിയിൽ ബിജെപിയുടെ വിജയത്തേരോട്ടം തുടങ്ങിയത്. ഒന്നാം മോദി സർക്കാരിന് കിട്ടിയത് 73 സീറ്റ്. പ്രതിപക്ഷ ശക്തികളായ എസ്പിയും ബിഎസ്പിയും കോൺഗ്രസും കൂടി 10-ൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങി. 2019-ൽ വോട്ട് വിഹിതം കൂടിയെങ്കിലും സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. 73-ൽ നിന്ന് 62-ലേക്ക് ചുരുങ്ങി. എസ്പിയും ബിഎസ്പിയും കൈകോർത്താണ് 16 സീറ്റ് നേടിയത്. ഒരു കാലത്ത് യുപിയിൽ പ്രതാപത്തോടമാണ് കോൺഗ്രസിന് കിട്ടിയതാകട്ടെ സോണിയാഗാന്ധിയുടെ റായ്ബറേലി മാത്രം. രാഹുൽ ഗാന്ധിക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. സമ്പൂർണ്ണ പതനം. 2019-ന് ശേഷം 2022-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും താമരയുടെ വാട്ടം തുടർന്നു. 2017-ൽ 300 സീറ്റിലധികം നേടി. അധികാരത്തിലേറിയ യോഗി ആദിത്യനാഥ് സർക്കാരിന് 5 വർഷങ്ങൾക്കിപ്പുറവും കിട്ടിയത് 255 സീറ്റ് മാത്രം. ഇത് പഴയ കഥ. 2019-ൽ നിന്ന് 2024-ലേക്ക് എത്തുമ്പോൾ കൗതുകമുള്ള രാഷ്ട്രീയ ചിത്രമാണ് യുപിയിലേത്. പഴയ സഖ്യങ്ങളെല്ലാം വേർപിരിഞ്ഞു. 2019-ൽ കൈകോർത്ത് മത്സരിച്ച എസ്പിയും മായാവതിയുടെ ബിഎസ്പിയും ആർഎൽഡിയും വേർപിരിഞ്ഞു. ബിഎസ്പി ഒറ്റയ്ക്കും ആർഎൽഡി എൻഡിഎക്കൊപ്പവും ചേർന്നു. കോൺഗ്രസ് ആകട്ടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളിൽ എന്ന പോലെ ജാതി സമവാക്യങ്ങളിലും പുതിയ പരീക്ഷണമാണ് ഇത്തവണ യുപിയിൽ. സംസ്ഥാന ജനസംഖ്യയിൽ 60 മുതൽ 65% OBC ദളിത് വിഭാഗങ്ങളാണ്. ഇവരാണ് ബിജെപിയുടെ പ്രധാന വോട്ട് ബാങ്ക്. എന്നാൽ പരമ്പരാഗത യാദവ മുസ്ലിം വോട്ട് ബാങ്കിന് പുറമെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ സഖ്യമാണ് ഇത്തവണ എസ്പിയുടെ വജ്രായുധം. പ്രഖ്യാപിച്ച 75 സ്ഥാനാർത്ഥികളിൽ 33 പേർ OBC ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. എൻഡിഎ പട്ടികയിൽ 29 പേർ മാത്രമാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ളത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൂടുതൽ മണ്ഡലങ്ങളിൽ പോരിനിറങ്ങുന്നത് അഖിലേഷ് യാദവിന്റെ എസ്പി ആണ്. കൗതുകമുള്ള സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ് ഇത്തവണ എസ്പിയുടേത്. പാർട്ടിയിൽ ഉറച്ച വോട്ട് ബാങ്കായ യാദവ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളായത് 9 പേർ മാത്രമാണ്. അതിൽ യാദവ് വിഭാഗത്തിൽ നിന്ന് 5 പേർ മാത്രം. സംസ്ഥാനത്ത് 19% വരുന്ന മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് മത്സരിക്കാൻ അവസരം നൽകിയത് 4 പേർക്ക് മാത്രം. ഇത് കുറഞ്ഞു പോയെന്ന വിമർശനമുണ്ടെങ്കിലും മോദിക്കെതിരായ വിലയിരുത്തൽ മുസ്ലിം വിഭാഗം കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയാണ് എസ്പിക്ക്. ബിജെപി ആകട്ടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് പോലും അവസരം നൽകിയിട്ടുമില്ല. ദളിത് വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ഇന്ത്യ മുന്നണിയുടെ നീക്കത്തിന് മായാവതിയുടെ ബിഎസ്പിയാണ് വെല്ലുവിളി. യുപിയിൽ ഒരു കാലത്ത് പ്രതാപത്തോടെയാണ് ബിഎസ്പിയുടെ ശക്തി ക്ഷയിച്ചെങ്കിലും പല മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ വിജയസാധ്യതയെ ബിഎസ്പി പിടിക്കുന്ന വോട്ടുകൾ സ്വാധീനിക്കും. ഇത്തവണ ഒറ്റയ്ക്കാണ് ബിഎസ്പി മത്സര രംഗത്തിറങ്ങുന്നത്. ദളിത് രാഷ്ട്രീയം പറയുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ്വാദി പാർട്ടിയും ആദ്യമായി മത്സര രംഗത്തുണ്ട്. സീറ്റ് ദാന ചർച്ചയിൽ എസ്പിയുമായി തെറ്റിപ്പിരിഞ്ഞ പാർട്ടി നഗ്ന മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലാണ് യുപിയിൽ മത്സരിക്കുന്നത്. മത്സരം കടുപ്പിക്കാൻ കനൌജിൽ അഖിലേഷ് തന്നെ പോരിനിറങ്ങുന്നുണ്ട്. അല്പം വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധി കൂടി റായ്ബറേലിയിൽ മത്സരിക്കുന്നതോടെ മുന്നണിയുടെ ആവേശം ഇരട്ടിച്ചിട്ടുണ്ട്. പ്രിയങ്ക കൂടി പോരിനിറങ്ങണം എന്നതായിരുന്നു എസ്പിയുടെ ആഗ്രഹം. അധിക തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ മുന്നണിക്ക് ഉത്തർപ്രദേശിൽ കഴിഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രീയം ഉഴുതു മറിച്ചിട്ട മണ്ണ്. ബാബറി മസ്ജിദ് തകർക്കൽ, അയോധ്യ രാമക്ഷേത്രവുമെല്ലാം ബിജെപി ഇതുവരെ ഫലപ്രദമായി ഉപയോഗിച്ചു. രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി. മാസങ്ങൾക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് ബിജെപിയുടെ പ്രധാന ആയുധവും. എന്നാൽ അത് വേണ്ട രീതിയിൽ ഫലിക്കുന്നില്ല എന്ന് തിരിച്ചറിവിപ്പോൾ മോദിക്കും യോഗിക്കുമുണ്ട്. ആ പേടിയിൽ നിന്നാണ് ഇരുവരും ആവർത്തിച്ച് വിദ്വേഷ പ്രസംഗം നടത്തുന്നതെന്ന് കരുതുന്നവരുമുണ്ട്. ഗാസിയാബാദ് മുതൽ ഗാസിപ്പൂർ വരെയുള്ള പടിഞ്ഞാറൻ യുപിയിൽ നിന്ന് ബിജെപിയെ തുരത്തണമെന്ന് അഖിലേഷ് യാദവിന്റെ വെല്ലുവിളി രാജ്യമാകെ അലയടിക്കുന്ന കർഷകരോക്ഷം തുണയ്ക്കുമെന്നാണ് ഇവിടെ അഖിലേഷിന്റെ ധൈര്യം.
കർഷക പിന്തുണയുള്ള RLDയെ കൂടെ കൂട്ടിയാണ് ഇവിടെ RLDയുടെ തന്ത്രം. എന്നാൽ ആദ്യ 2 ഘട്ടങ്ങളിൽ ഇവിടെ പോളിംഗ് ശതമാനത്തിലെ കുറവ് BJPയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. BJPക്കൊപ്പം എക്കാലവും അടിയുറച്ചു നിന്ന രജ്പുത് വിഭാഗത്തിന്റെ അമർഷം പശ്ചിമ UPയിൽ BJPക്ക് തലവേദനയാണ്. 2019 14 മണ്ഡലങ്ങളിൽ BJPയുടെ ഭൂരിപക്ഷം 50,000-ൽ താഴെയാണ്. 20 സീറ്റുകളിലാകട്ടെ 1,00,000-ൽ താഴെയും. മികച്ച മത്സരം കാഴ്ചവെച്ചാൽ ഇവിടെ വിജയിക്കാമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ. ചുരുക്കി പറഞ്ഞാൽ UP കടക്കൽ BJPക്ക് അത്ര എളുപ്പമല്ലെന്ന് സാരം.